അത്ഭുതകരമായ സംഭവം എന്നറിയോ, ഞാനും ശ്രീനിവാസനും ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന പല സിനിമകളിലും ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും ഈ സ്ക്രീൻ പ്ലേ ആണ് ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അത് ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടാണ് സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശ്രീനെ നോട്ട് ചെയ്യുന്നപ്പോൾ തന്നെ ഞാനും നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുണ്ടാകുമ്പോൾ എനിക്ക് ഷൂട്ടിങ്ങിന് പോകാൻ റെഡിയാണ്. കാര്യം ശ്രീനെ ആ സമയത്ത് എഴുതിയാൽ മതി ഡയലോഗ്സ്. അപ്പോൾ ശ്രീനും കൂടി ലൊക്കേഷൻ ഇരുന്നിട്ടാണ് മൂപ്പര് പലപ്പോഴും ഈ ജനറേറ്റർ വണ്ടിയുടെ ബാക്കിലൊക്കെ ഇരുന്നിട്ടാണ് എഴുതുന്നത്. അവിടെ ഇരുന്ന് എഴുതുന്നതാണ് ഈ ഹ്യൂമറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പോളണ്ടിനെ പറ്റി പറയരുന്നുള്ള ആ സീനൊക്കെ നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ സീൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ തൊട്ട് മുമ്പാണ് അത് എഴുതി കിട്ടുന്നത്. എഴുതി കിട്ടി ഞാൻ അവിടെ നിന്ന് വായിച്ച് ചിരിച്ചു പോയി പോളണ്ടിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആഷ് കളർ ഷർട്ട് ഇട്ടിട്ട് ലൈറ്റിൻ്റെ പിന്നിൽ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഈ സീൻ വായിക്കുമ്പോൾ. അല്ല, അതൊരു കാലാതിവർത്തിയായ ഡയലോഗാണ്. അതാണ് എനിക്ക് തോന്നുന്നു ആ സിനിമ സന്ദേശം എന്നുള്ള സിനിമയുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഓരോ കാലത്തും കൂടി വരും ആ സാഹചര്യവും അല്ലേ. അതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ചെയ്തത് ആ വർഷം ആ സിനിമ നന്നാവണം എന്നുള്ള ചിന്തയാണ്. അല്ലാതെ കാലാകാലം 32 വർഷത്തിന് ശേഷവും ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്നു, ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതിന്റെ ക്ലിപ്പിംഗ്സ് ടി വിയിൽ വരുന്നൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ അന്ന് ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഒരുപാട് ട്രോളുകൾ ആ സിനിമയിൽ തന്നെയാണല്ലോ. അപ്പം രക്ഷപ്പെടണമെന്ന് മാത്രമേ നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പുറത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വല്ലാതെ മാറിയിട്ടില്ല. അന്ന് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ പിന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ശ്രീനിവാസൻ്റെ ഒരു ഒബ്സർവേഷൻ ഭയങ്കരമാണ്. ശ്രീനിവാസൻ്റെ ഒരു ഒബ്സർവേഷൻ ഞങ്ങൾ രണ്ടാളും രാഷ്ട്രീയം ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ്. ഒന്ന് പാട്യത്തിൻ്റെ ഒരു പാരമ്പര്യം ശ്രീനിവാസനും അന്തിക്കാരൻ്റെ ഒരു പാരമ്പര്യം എനിക്കുള്ളതുകൊണ്ട് നമ്മൾ സ്ഥിരം കമ്മ്യൂണിസ്റ്റുമായി ബന്ധപ്പെട്ട പത്രം വായിക്കുന്ന ആൾക്കാരാണ്. ഇക്കാര്യം പത്രവായന ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതിലേക്കൊക്കെ. അപ്പോൾ നമ്മളെല്ലാ പത്രങ്ങളും വായിച്ചിട്ട് നമ്മൾ മനസ്സിലേക്ക് എടുക്കുന്ന ചെറിയ സംഗതികളുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹ്യൂമർ പൊളിറ്റിക്സിലാണ്. പുറമെ നിന്ന് നോക്കുമ്പോൾ അവർ വളരെ സീരിയസ് ആണ്. പക്ഷെ പുറമെ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ഹ്യൂമറസ് ആയിട്ടുള്ള കമൻറ്റുകളും സാധനങ്ങളും ഒക്കെ പറയുന്നതൊക്കെ നമ്മൾക്കത് ഉള്ളിൽ ചിരി വരുന്നതാണ്. അപ്പോൾ അത് സിനിമയൊക്കെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ സറ്റയർ സാധനങ്ങൾ മുഴുവൻ യൂസ് ചെയ്തതാണ്.